ഇപ്പോഴത്തെ ടീനേജിന്റെ കാര്യം എനിക്കറിയത്തില്ല. പണ്ടൊക്കെ വെച്ച് നോക്കും ഇപ്പൊ അല്ലെ ഐ മീൻ ലൈക്ക് ഇപ്പോഴത്തെ വേറെ പിള്ളേര് ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ NTVയിലും ചെയ്യാറുണ്ട്. അവർ ടി വി മ്യൂസിക്കൽ ഷോയിൽ ഞാൻ ചെയ്യാറുണ്ട്. റിയാലിറ്റി ഷോയിൽ ചെയ്യാറുണ്ട്. ആങ്കറിങ് ഒരു പാഷനാണ്. ബിക്കോസ് ആങ്കറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ആളോട് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം എ പേഴ്സൺ ഹൂ ലൈക്സ് മേക്കിംഗ് ഫ്രണ്ട്സ് അലോട്ട്. അപ്പം അതിനോടൊപ്പം എനിക്ക് ആങ്കറിംഗ് കൂടെ എനിക്ക് വെച്ച് ലിങ്ക് ചെയ്താൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ K-പോപ്പൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ടീനേജിന്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയണേ ട്രെൻഡിങ് ആണല്ലോ? എന്താണ് K-പോപ്പ് എന്ന് പറഞ്ഞ സംഭവമായിട്ടുള്ള ഇപ്പോഴത്തെ ടീനേജിന്റെ കാര്യം എനിക്കറിയത്തില്ല. പണ്ടൊക്കെ വെച്ച് നോക്കും ഇപ്പൊ അല്ലെ ഐ മീൻ ലൈക്ക് ഇപ്പോഴത്തെ വേറെ പിള്ളേര് അവർക്കൊക്കെ എനിക്കൊന്ന് കൂടുതൽ ഇഷ്ടം പോപ്പാ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. K-പോപ്പ് എനിക്കിഷ്ടമാണ്. K-പോപ്പ് ഞാൻ കുഞ്ഞിൽ ലൈക്ക് 9 years old കൊറിയൻ ഡ്രാമ ഒക്കെ ശരിക്കും കാണാറുണ്ടോ? രണ്ടോ മൂന്നെണ്ണം ഒക്കെ ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. പണ്ട് ലൈക്ക് 8th 9th വെച്ച് നോക്കുമ്പോൾ ഒത്തിരിയൊക്കെ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സമയം കിട്ടുന്നില്ലല്ലോ. ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടായിരുന്നോ? ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ വെറുതെ ടൈം പാസിന് വേണ്ടി കാണും. അല്ലെങ്കിൽ അവര് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മളെ സ്വാധീനം അങ്ങനെ അവര് ലൈക്ക് അവരുടെ എന്താ പേഴ്സണാലിറ്റി അത് ഡ്രാമയ്ക്കകത്തല്ലേ അത് ഡ്രാമയ്ക്കകത്തല്ലേ. അപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കാര്യം അവരുടെ റിയൽ ബിഹേവിയർ മൊബൈൽ ഗെയിംസ് ഞാൻ അത്ര കളിക്കാറില്ല. കാരണം സമയമില്ലല്ലോ നേക്ക് അല്ലേ? ഒരുപാട് പേര് പാഷനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗെയിംസ് കളിക്കാൻ ലൈക്ക് അനിയന്റെ കൂടെ അവന് ബോറടിക്കുവാണെങ്കിൽ ഇടയ്ക്ക് കളിക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ മൊബൈൽ ഗെയിംസ് ഞാൻ കളിക്കാറില്ല. പിന്നെ ഇപ്പൊ പിക്ചർ ജേണൽ ഉണ്ട്. അല്ലാതെ വായന എഴുത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? എഴുതാറൊക്കെ ഉണ്ടോ? വായന ഒത്തിരി ഇല്ല. എഴുതുന്നത് ഡയറി എഴുതലോ അതുപോലുള്ള എന്തെങ്കിലും കോട്ട്സ് ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. കോട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എനിക്ക് അറ്റാച്ചബിൾ ആയിട്ടുള്ള എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോട്ട്സ് മീനിങ് ഫുൾ ആയ കുറച്ച് കോട്ട്സ് ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തു വെക്കും. അതൊക്കെ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ നേഹ 15 years old. അപ്പം ഞാനിവിടെ കുറേ കാണാറുണ്ട്. ഒരു 15 years old ആയ ഒരു കുട്ടിയെ ഏതിനും പേരൻസാണ് അവരെ മീൻസ് പഠിക്കാൻ എഴുന്നേക്കണം, സ്കൂളിൽ പോകാൻ, അങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടികളെ ഒരു പാമ്പറിങ് ആണ്. ഓവർ പാമ്പറിങ് കണ്ടിട്ടുണ്ട്. അപ്പം മോൾക്ക് അതിനെ പറ്റി എന്താണ്? അമ്മ ഓവർ പാമ്പറിങ് ആണോ അതോ മോള് തന്നെ സ്വന്തം ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ മൈ ഫീറ്റ് എന്നുള്ളൊരു ഇതിലാണോ മോള് നിൽക്കുന്നത്? ആക്ച്വലി ഞാൻ ബോത്താ. 50% അവിടെയും 50% ഇവിടുന്നും. അങ്ങനെ അമ്മയുടെ ഹെൽപ്പ് ഡെഫിനറ്റ്ലി എനിക്ക് വേണം കുറച്ച് കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ അത് ആ സൈഡിലുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേക്കാൻ, പഠിക്കുന്ന കാര്യത്തിൽ, ഡ്രസ് ചെയ്യുന്ന കാര്യത്തിൽ, ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അതൊക്കെ എനിക്ക് കുഴപ്പമില്ല. അതൊക്കെ എപ്പോഴും ഞാൻ അമ്മയുടെ തലയിൽ ഒന്നും ഇടാറില്ല. വെരി ഗുഡ്. ബിക്കോസ് നമ്മളും തന്നെ സ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കണം. ഇന്നത്തെ കാര്യം എപ്പോഴും പാരൻസിൻ്റെ തലയിൽ കൊണ്ടിടല്ലേ എല്ലാം. അവർക്കും പിന്നൊരു ഇതാവൂലോ. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കണം, നമ്മൾ വളർന്നിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടതല്ല. എന്തിനാ വെറുതെ നമ്മുടെ പാരൻസിനെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്? അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ചെയ്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എല്ലാം അമ്മ ചെയ്തോളും, ഞാൻ ഒന്നും നോക്കണ്ട, അങ്ങനെ വെച്ച് നമ്മൾ ബേർഡൻ ഫുള്ള് പാരൻസിൻ്റെ തലയിലേ വരത്തുള്ളൂ. പിന്നെ നമ്മളും ഒന്നും പഠിക്കത്തില്ല, തന്നെ നമ്മൾ പാമ്പാടായി പോകത്തില്ലേ? ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അമ്മയോട് പറയാതെ തന്നെ മോക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ വരുമ്പോൾ എനിക്ക് അമ്മയോട് പറയണം. ഇമോഷണലി ഇംബാലൻസ് എന്ത് സംഭവിച്ചാലും, അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആദ്യം അമ്മയുടെ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ ഇതായിട്ടില്ല. തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജാണ് മോള് തന്നേക്കുന്നത്. അതുപോലെയാണ് ഇപ്പം എന്താണ് മ്യൂസിക് പഠിക്കുന്നുണ്ടോ മോള്? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. വയലിൻ ഭയങ്കര ഇഷ്ടമാണ്. ഗിത്താർ, വയലിൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ പഠിക്കാൻ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഏത്
എങ്ങനെ എന്തായിത്തീരണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ മനസ്സിലൊക്കെ കരുതിയിട്ടുണ്ടോ? ഉണ്ട്, എനിക്കൊരു അംബീഷൻ ഉണ്ട് മനസ്സിൽ, ഇൻറ്റീരിയർ ഡിസൈനിങ്. ഡോക്ടർ ഫീൽഡിലോട്ട് നോക്കിയാൽ എനിക്ക് ആദ്യം തന്നെ ഞാൻ ആദ്യം പിടിച്ചത് ഡെർമറ്റോളജിയാണ്, സ്കിൻ കെയറും സ്കിന്നിനെ പറ്റിയിട്ടും ഒക്കെ. അതും എനിക്കിഷ്ടമാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഡെർമറ്റോളജി ഡോക്ടർ ഫീൽഡിലോട്ട് പോയാൽ എൻ്റെ പാഷനും എൻ്റെ മോഡലിംഗ് ഡാൻസിങ് എല്ലാം വേറൊരു ഡ്രെയിനിലോട്ട് പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. അവിടെ ബിസി ആയി പോയാൽ അല്ലേ, നമ്മുടെ പ്രൊഫഷണലി ബിസി ആയി പോയാൽ നമ്മുടെ പാഷനൊക്കെ എങ്ങനെ ആയി പോകുന്നുള്ളൊരു പേടി. അത് തന്നെ, അതൊക്കെ പോയാൽ പിന്നെ നമ്മളതൊക്കെ ഒരു സമയം വരെ ഇങ്ങനെ കൊണ്ട് നടന്നതല്ലേ, അതൊക്കെ പോകുമ്പോൾ ഒരു വിഷമം. അതായത് 15 വയസ്സുള്ള നേഹ സംസാരിക്കുമ്പോ ഉണ്ടല്ലോ ലൈഫൊക്കെ ഇങ്ങനെ ഒത്തിരി കണ്ട ഒരാളെ. വെരി ഗുഡ്. അപ്പോൾ ഈ മോഹിനിയാട്ടം മോള് തിരഞ്ഞെടുക്കാനുണ്ടായ അതെന്താ മോഹിനിയാട്ടത്തിനോട് അത്ര ഇഷ്ടമായതുകൊണ്ടാണോ? മോഹിനിയാട്ടം എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എക്സ്പ്രഷൻസ്. ഓരോ എക്സ്പ്രഷൻസും ഓരോ സ്റ്റോറീസാണ് പറയുന്നത്. പിന്നെ ലൈക്ക് ഇറ്റ് ഫ്ലോസ് ലൈക്ക് what do you say, it flows like water actually, or like movements, it's slow and like delicate. അത്രയ്ക്കും ഒരു നല്ലൊരു ലൈക്ക് മൂവ്മെൻറ്റ്സും ഭയങ്കര സ്മൂത്താണ്. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ വി യൂസ് അവർ ഐസ്, പിന്നെ കൈ പോകുന്നിടത്തും കണ്ണും പോകണം, പുരുകം അനക്കും, അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഗൂസ് ബംസ് ആദ്യം വരും. പിന്നെ എനിക്ക് മോഹിനിയാട്ടം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാകുമ്പോഴാണ് പിന്നെ മോഹിനിയാട്ടം തന്നെ എനിക്കിഷ്ടം എന്നുള്ള അതിൽ തന്നെ ഒരു ഫിക്സ് ആയിട്ട് നിൽക്കും. പിന്നെ എനിക്ക് മോഹിനിയാട്ടമാണ് ഫേവറേറ്റ്. പിന്നെ മോഹിനിയാട്ടം പറയുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല, സ്ലോ ആൻഡ് ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഈസിയാണെന്ന് വിചാരിക്കണ്ട. ബിക്കോസ് നമ്മൾ ഇരിക്കുന്നത് അത്രയും നേരം മുക്കാമണ്ഡലത്തിൽ ഇരുത്ത് കളിക്കുമ്പോൾ മുക്കാമണ്ഡലം, അരമണ്ഡലം, മുക്കാമണ്ഡലം, മുഴുമണ്ഡലം. അപ്പം മുക്കാമണ്ഡലം പറഞ്ഞാൽ അരമണ്ഡലത്തിനും മുഴുമണ്ഡലത്തിനും സ്ക്വാട്ട് ചെയ്യുന്ന മാതിരി. ഈ ഹിപ്പ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന അതാണോ? ഭയങ്കര സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നമ്മുടെ അത്രയും നേരം ഒരു 5 മിനിറ്റൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ ഭയങ്കര ഒരു വേദനയും ഇതൊക്കെ ഫീൽ ചെയ്യും കാലിൽ. പിന്നെ ഒരു എക്സസൈസും ആയിട്ട് എടുക്കും, മനസ്സിലായോ? ലൈക്ക് റിഫ്രഷിങ് മെന്റലി ഫിസിക്കലി അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഈ ICMDയുടെ അവാർഡ് കിട്ടിയേക്കുന്നത് ഭരതനാട്യത്തിനാണ് അല്ലേ? അപ്പൊ അവർ തന്ന കൺസെപ്റ്റ് മോള് അത്രയും ഭംഗിയായി ചെയ്തതിനാണ് ഈ 10 അവാർഡ്സ് കിട്ടിയേക്കുന്നത്. അമ്മയ്ക്ക് ഇപ്പോൾ ഒരു ദിവസം വയ്യ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നേഹയ്ക്ക് അത്യാവശ്യം നോക്കാനൊക്കെ പറ്റുമോ? ചെയ്യും. അനിയന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ലൈക്ക് മരുന്നിനെ പറ്റി ഫസ്റ്റ് മരുന്ന്, പിന്നെ ലൈക്ക് ഹൗസിലെ ചോഴ്സ് ലൈക്ക് തുടയ്ക്കുക, ലോണ്ടറി, അതൊക്കെ ഞാൻ അമ്മയെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പം അമ്മയ്ക്കൊരു കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പനിയൊക്കെ വന്നാൽ ആദ്യം ഞാൻ നോക്കുന്നത് ചൂടായ സ്റ്റഫ് ലൈക്ക് ടീ, ചായ, ആദ്യം ഞാൻ അതുണ്ടാക്കി കൊടുക്കും. പിന്നെ കുക്കിംഗ് ലൈക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് എല്ലാം ചെയ്തു. പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ടോ മോള്? മോഡലിംഗ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഫോണിൽ കണ്ടതാണ്. ആദ്യം കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് മൈ ഗോഡ്, ഐ ലൈക്ക് ദിസ് ലൈക്ക് ഇത് ഭയങ്കര, എനിക്കിത് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഐ ക്യാൻ ഡൂ ദിസ് ബെറ്റർ, ലൈക്ക് എനിക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിതിനുള്ള കുറച്ച് ക്ലാസ്സസ് കിട്ടിയാലും ഐ വിൽ ഡൂ ബെറ്റർ, ഐ ഫീൽ ലൈക്ക് ഇറ്റ്. സോ ഐ വാസ് ലൈക്ക് അമ്മ എനിക്ക് മോഡലിങ്ങും ഇഷ്ടമാണ്, അപ്പം ഇതിനായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട് ഓരോന്ന്. ലൈക്ക് റൺവേ ചെയ്യാനും ഫാഷൻ ചെയ്യാനും വാക്ക് ചെയ്യാനും ഒക്കെ ഒരു ക്ലാസ്സസ് ഉണ്ട് ഓരോന്ന്. സ്ട്രെയിറ്റ് പാത്തിൽ നടക്കാവൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ. ഞാൻ പഠിച്ചത് ആദിൽസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഷാർജയല്ല, ഷാർജയിലും ചെയ്യാറുണ്ട്. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇറ്റ് ഈസ് ഇഫ് യു ആർ പാഷനറ്റ് അബൌട്ട് ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. So definitely I thought modeling is also one of my favorite, so I thought I could also do it. അപ്പോൾ ഞാൻ അതിനുള്ള പ്രാക്ടീസും ലൈക്ക് ഹാർഡ് വർക്കും ചെയ്യണം. പിന്നെ സ്കൂളും ടീച്ചേഴ്സ് അവരൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സ്കൂൾ ചില ടീച്ചർമാരൊക്കെ ആണെങ്കിൽ പറയും 10 അല്ലേ, എല്ലാം ഒന്നും ചെയ്യണ്ട, എല്ലാം ബിക്കോസ് കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല, പഠിക്കണം ഡെഫിനറ്റ്ലി, ബട്ട് ലൈക്ക് അതിൻ്റെ കൂടെ ഇതും കൊണ്ടു നടക്കണം. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഓരോ ഇഷ്ടമുണ്ടെങ്കിലും പറ്റും. അതുകൊണ്ട് അപ്പം എൻ്റെ ടീച്ചർ പറഞ്ഞത് ഒന്നും കളയണ്ട 10 എന്നും പറഞ്ഞതുകൊണ്ട് എല്ലാം ഒരു സൈഡിൽ കൂടെ കൊണ്ടു നടക്കണം. വിത്ത് ദാറ്റ് യു ഹാവ് ടു ഓൾസോ സ്റ്റഡി ബിക്കോസ് ഇറ്റ്സ് 10th grade ഡെഫിനറ്റ്ലി. സോ രണ്ടും ഒരുമിച്ചുണ്ട്. സ്കൂളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, ടീച്ചേഴ്സൊക്കെ ഫ്രണ്ട്സും സപ്പോർട്ടാണ്, ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. ഐ എം സ്റ്റഡിങ് ഇൻ ഷാർജ ഇന്ത്യൻ സ്കൂൾ. SIS ടീച്ചറാണോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ വേൾഡ് റെക്കോർഡ് കിട്ടിയില്ലേ, അപ്പോൾ ടീച്ചർ എന്നെ ക്ലാസ്സിൽ ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞ്
അപ്രീഷിയേറ്റ് ചെയ്യും. അതൊക്കെ എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. പിന്നെ അവിടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത സ്റ്റുഡൻസൊക്കെ അറിയുമ്പോഴും അവരും ഭയങ്കര ഒരു ഇതാവും, ഓ മൈ ഗോഡ് നെഹയ്ക്ക് ഇത് കിട്ടി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷം. ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് ലൈക്ക് പിയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ലൈക്ക് ദിസ്. നമ്മുടെ ഡേ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോംപ്ലിമെൻറ്റോ ഒരു ക്ലാപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമ്മുടെ ഡേ ഇറ്റ്സ് ഫിൽഡ്. യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ എന്താണ് ടീനേജിൻ്റെയോടൊക്കെ പറയാനുള്ളത്? ഈ ടെൻഷനാണ്, പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അവരുടെ പാഷൻസ് ഒക്കെ വിട്ടിരിക്കുന്നതോടൊക്കെ, അല്ലെങ്കിൽ നമുക്കൊരു മൊത്തത്തിൽ ടീനേജിനോട് പറയാനുള്ളൊരു എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? സോ എനിക്ക് പറയാനുള്ളത്, ഇതൊരു കോട്ടിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ലൈക്ക് ഒരു കോട്ടെന്ന് വെച്ചാൽ, എഫേർട്ട് ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡ്രീംസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. കീപ് പുഷിങ് ഫോർവേഡ് ആൻഡ് യു വിൽ റീച്ച് ഗ്രേറ്റ്നെസ്. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു മനസ്സോടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യു സ്റ്റിൽ ഹാവ് ടു പുഷ് ഫോർവേഡ് ടു റീച്ച് ബിഗ് ലെവൽസ്. സോ ലൈക്ക് സ്റ്റിൽ ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി ഹാർഡ് വർക്കും ചെയ്ത് ഇൻട്രസ്റ്റോടെ അത് കൊണ്ടു നടന്നാൽ നിങ്ങളെ കൊണ്ടത് പറ്റും. താങ്ക് യു സോ മച്ച് നേഹ. ഇത്രയും സമയം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നേഹയാണ്. അപ്പോൾ നേഹ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീനേജ് ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ വേറെന്താണ്, ഇഷ്ടം പോലെ ആഗ്രഹം പോലെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ. മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ ഇനിയിപ്പോൾ ഒരുപാട് സാധിക്കും. തുടക്കമല്ലേ, പിച്ച വെച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. അവർ ടിവിക്ക് ഇനിയും ഒരുപാട് ഇന്റർവ്യൂ നേഹയെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവർ TV എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഐ എം വെരി ഗ്ലാഡ്. താങ്ക്സ് ടു ആൾ.